ലവ് ജിഹാദിനെതിരെ നിയമനിർമ്മാണം നടത്താൻ അസം. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ബഹുഭാര്യാത്വം നിരോധിക്കുന്ന ബില്ലും സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ആദിൽ പാലോട് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ആദിൽ പാലോട്. ലവ് ജിഹാദിനെതിരെ ഒരു നിയമനിർമ്മാണത്തിലേക്ക് കടക്കുകയാണ് അസം. എന്താണ് പദ്ധതി? ലവ് ജിഹാദും ലാൻഡ് ജിഹാദും ഒക്കെ അസമിൽ സുലഭമാണ്, കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രി തന്നെയായ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആരോപണം. നേരത്തെ തന്നെ പല രൂപത്തിൽ ലവ് ജിഹാദ് നിരോധിക്കുമെന്നും ലവ് ജിഹാദിന് അവസരം ഒരുക്കില്ല എന്നുമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. ഏതായാലും ഒരു നിയമനിർമ്മാണത്തിലേക്ക് അസം സർക്കാർ, ബി.ജെ.പി. സർക്കാർ കടക്കുകയാണ്. ഇതിന്റെ പ്രഖ്യാപനം ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിരിക്കുന്നു. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ലവ് ജിഹാദിനെതിരായ നിയമം കൊണ്ടുവരും എന്നുള്ളതാണ്. ബില്ല് നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. ഇതിനൊപ്പം തന്നെ ബഹുഭാര്യത്വം മുസ്ലിംകൾക്കിടയിൽ സാധാരണഗതിയിലുള്ളതാണ് അസമിലൊക്കെ, അതുകൂടി നിരോധിക്കുന്ന രൂപത്തിലുള്ള ബില്ല് കൊണ്ടുവരും, അതും നിയമമാക്കുമെന്ന പ്രഖ്യാപനം ഇന്ന് നടത്തിയിരിക്കുകയാണ് അസം മുഖ്യമന്ത്രി. നമുക്കറിയാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അസമിൽ നടക്കാനിരിക്കുന്നു. അതിനിടെയാണ് ഈ രൂപത്തിലുള്ള നീക്കം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൂടി, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാനിരിക്കെയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രഖ്യാപനത്തെ കാണേണ്ടത്. സുജയ, ഓക്കെ, വിവരങ്ങൾ നൽകിയത് ആദിൽ പാലോടാണ്. നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അസം.